ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബ്ലം 3 ആണ്. പ്രോബ്ലം 3 എന്ന് പറയുന്നത് സിംഗിൾ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ അഡിറ്റീവ്ലി സെപ്പറബിൾ റിട്ടേൺ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിട്ടേൺ ഫംഗ്ഷൻ സെപ്പറബിളി അഡിറ്റീവ് ആണ്. അപ്പോൾ ഓരോ വേരിയബിൾസിലുള്ള ഫംഗ്ഷൻ ഏതാണ്, അഡിറ്റീവാണ്, ഓരോ ഫംഗ്ഷൻ ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നതും നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു കൺസ്ട്രെയിൻ്റ് ഉള്ളൂ, പക്ഷേ അത് മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. അത്രമാത്രം വ്യത്യാസമുള്ളൂ. ഓക്കെ, പ്രോബ്ലം 2ഉം പ്രോബ്ലം 3യും തമ്മിൽ കൺസ്ട്രെയിൻറ്റിൽ ഒരേ ഒരു കൺസ്ട്രെയിൻ്റ് ഉള്ളൂ. പ്രോബ്ലം 2ൽ അത് സെപ്പറബിളി അഡിറ്റീവ് കൺസ്ട്രെയിൻ്റ് തന്നെ ആയിരുന്നു, പക്ഷേ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. ആ ഒരു വ്യത്യാസമാണ്. ഓക്കെ, നൗ കൺസിഡർ ദ പ്രോബ്ലം മിനിമം ഇസഡ് ഇസ് ഈക്വൽ ടു സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n എഫ് ജെ ഓഫ് യു ജെ. നേരത്തെ പോലെ തന്നെ മിനിമൈസേഷനോ മാക്സിമൈസേഷനോ എന്നുള്ളത് പ്രശ്നമല്ല, സെപ്പറബിളി അഡിറ്റീവ് ഫംഗ്ഷൻ മാത്രം, അത് നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻസ് പ്രൊഡക്റ്റ് ജെ ഈസ് ഈക്വൽ ടു 1 to n യു ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേറ്റീവാണ്. u1 ഇൻറ്റു u2 ഇൻറ്റു എക്സെട്ര un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ വേർ കെ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് യു ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇത്രയാണ് പ്രോബ്ലം 3ൻ്റെ കണ്ടീഷൻ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. വി ഇൻട്രൊഡ്യൂസ് ദ സ്റ്റേറ്റ് വേരിയബിൾസ് എക്സ് ജെ ഡിഫൈൻഡ് ആസ് ഫോളോസ്. എക്സ് എൻ ഈക്വൽ ടു ഉണ്ട് കൺസ്ട്രെയിൻറ്റിൽ നിന്ന് തന്നെയാണ് u1 ഇൻറ്റു u2 ഇൻറ്റു എക്സെട്ര un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഈ കൺസ്ട്രെയിൻറ്റിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് വേരിയബിൾ ഫോം ചെയ്തത്. അത് ശരിക്കും ഇത്രേ ഉള്ളൂ, u1 ഇൻറ്റു u2 ഇൻറ്റു എക്സെട്ര un. ഇവിടെ നമുക്കത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെന്ന് അറിയുകയും ചെയ്യാം. സോ എക്സ് എൻ ഈക്വൽ ടു u1 ഇൻറ്റു u2 ഇൻറ്റു എക്സെട്ര un ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. എക്സ് എൻ മൈനസ് 1 ഈസ് ഈക്വൽ ടു u1 u2 എക്സെട്ര un മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവരും എക്സ് എൻ ബൈ un. അങ്ങനെ എഴുതി. ദെൻ x3 എക്സെട്ര ഇങ്ങനെ പോവുകയാണെങ്കിൽ x3 എന്നുള്ളതിനെ u1 u2 എക്സെട്ര u1 u2 u3 ദാറ്റ് ഈസ് ഈക്വൽ ടു x4 ബൈ u4 എന്ന് എഴുതാം. x2 ഈക്വൽ ടു u1 u2 ദാറ്റ് ഈസ് ഈക്വൽ ടു x3 ബൈ u3 എന്ന് എഴുതാം. ആൻഡ് x1 ഈക്വൽ ടു u1 ഈക്വൽ ടു x2 ബൈ u2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെയും സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഓരോ സ്റ്റേറ്റ് വേരിയബിൾസിനെയും തൊട്ട് മുന്നത് ആയിട്ടൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ ഇൻ ജനറൽ എക്സ് ജെ മൈനസ് 1 ഇസ് ഈക്വൽ ടു എക്സ് ജെ ബൈ യു ജെ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ജെ മൈനസ് 1 ഈസ് എ ഫംഗ്ഷൻ ടി ജെ ഓഫ് എക്സ് ജെ ആൻഡ് യു ജെ. അത്രേ ഉള്ളൂ. ആസ് ബിഫോർ fn of xn denote the minimum value of the objective function and the recursive formula is നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ fn of x എന്ന് പറയുന്നത് മിനിമൈസേഷനായിട്ട് ഈ ഇതിന് ടോട്ടൽ ഔട്ട്കം ആണ്. അപ്പോൾ അവിടെ മിനിമം ആയിട്ട് എടുക്കുക. നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെങ്കിൽ fn of x എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം മാക്സിമം ആയിട്ട് എടുക്കുക. ഓക്കെ, ദെൻ അവിടുത്തെ റിക്കേഴ്സീവ് ഫോർമുല എന്ന് പറയുന്നത് എന്തുവരും, ക്യാപിറ്റൽ f1 of x1 is equal to f1 of u1, ക്യാപിറ്റൽ fj of xj ഈക്വൽ ടു മിനിമം ആണെങ്കിൽ മിനിമം കൊടുക്കുക, മാക്സിമം ആണെങ്കിൽ മാക്സിമം കൊടുക്കുക. ഇവിടെ മിനിമം ആയതുകൊണ്ട് മിൻ ഓവർ യു ജെ സ്മോൾ എഫ് ജെ ഓഫ് യു ജെ പ്ലസ് ക്യാപിറ്റൽ എഫ് ജെ മൈനസ് 1 ഓഫ് എക്സ് ജെ മൈനസ് 1. അപ്പോൾ പ്രോബ്ലം 2വിനോട് സിമിലർ തന്നെയാണ് പ്രോബ്ലം 3യും, ജസ്റ്റ് വ്യത്യാസം ഇത്രേ ഉള്ളൂ. ഇവിടെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. ഇനി ഇതാണ് പ്രോബ്ലം. ഇനി ഇതുപയോഗിച്ച് പ്രോബ്ലം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻറ്റിജർ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ ടാബുലേഷൻസ് യൂസ് ചെയ്യും. അതല്ല സാധാരണ നമുക്ക് ഏത് സൊല്യൂഷൻ വേണമെങ്കിലും ആകാമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലാസിക്കൽ മെത്തേഡ് യൂസ് ചെയ്യും. എന്നിട്ട് പ്രോബ്ലം 2 ചെയ്തു പോലെ തന്നെയാണ് പ്രോബ്ലം 3യും ചെയ്തു പോവുക. കൺസ്ട്രെയിൻ്റ് വ്യത്യാസം വരുന്നതനുസരിച്ചിട്ട് സ്റ്റേറ്റ് വേരിയബിൾ എടുക്കുന്നതിനും അതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പ്രോബ്ലത്തിൽ നമുക്ക് നോക്കാം. ഡിറ്റർമൈൻ മാക്സിമം ഓഫ് u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ സബ്ജക്റ്റ് ടു കണ്ടോ മാക്സിമാണ്. എഗെയിൻ ഇവിടെ എത്ര നോക്കേണ്ടതുള്ളൂ, നമ്മുടെ റിട്ടേൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെപ്പറബിളി അഡിറ്റീവ് റിട്ടേൺ ഫംഗ്ഷനാണ്. അത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സബ്ജക്റ്റ് ടു കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് u1 ഇൻറ്റു u2 ഇൻറ്റു u3 പ്രൊഡക്റ്റാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അത് മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് വരും. മിനിമൈസേഷൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻറ്റ് വരും. അത് അത്രേ ഉള്ളൂ. നമ്മൾ നോക്കേണ്ടത് ഇത്രമാത്രം സെപ്പറബിളി അഡിറ്റീവ് റിട്ടേൺ ഫംഗ്ഷനാണോ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്, അത്ര മാത്രം നോക്കിയാൽ മതി. ആൻഡ് u1 u2 u3 ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് അങ്ങനെ കൊടുത്തിരിക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെയും സൊല്യൂഷൻ ചെയ്യുക. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവർ പ്രോബ്ലം ഈസ് മാക്സിമം z ഈസ് ഈക്വൽ ടു u1 സ്ക്വയർ പ്ലസ് u2 സ്ക്വയർ പ്ലസ് u3 സ്ക്വയർ സബ്ജക്റ്റ് ടു
u1 into u2 into u3 less than or equal to 6, ui are positive integers. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഫംഗ്ഷനെ ഐഡൻറ്റിഫൈ ചെയ്യാം. f1 of u1 എന്ന് പറയുന്നത് u1 സ്ക്വയർ ആണ്, f2 of u2 എന്ന് പറയുന്നത് u2 സ്ക്വയർ ആണ്, f3 of u3 എന്ന് പറയുന്നത് u3 സ്ക്വയർ ആണ്. ഫംഗ്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നൗ കൺസ്ട്രെയിൻറ്റും ഉണ്ട്. സോ നമുക്ക് സ്റ്റേറ്റ് വേരിയബിൾസ് ഡയറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാം. x3 ഈക്വൽ ടു u1 ഇൻറ്റു u2 ഇൻറ്റു u3 ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 അത് കൊടുത്തു. x2 ഈക്വൽ ടു എന്ത് വരും u1 ഇൻറ്റു u2 ദാറ്റ് ഇസ് ഈക്വൽ ടു അതിന് അറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാം x3 ബൈ u3 ആൻഡ് x1 ഈക്വൽ ടു u1 ദാറ്റ് ഇസ് ഈക്വൽ ടു x2 ബൈ u2. അങ്ങനെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തു. ദെൻ പോസിബിൾ വാല്യൂസ് ഓഫ് യൂജസ് ആർ ഓക്കെ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ u1 ഇൻറ്റു u2 ഇൻറ്റു u3 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 ആണ്. അതായത് 3 വാല്യൂസിൻ്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പം 6-നേക്കാളും കുറവാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റാണ് എന്തായാലും 6-നേക്കാൾ ചെറുതെന്ന് അത്ര പറയുന്നുള്ളൂ. പിന്നെ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ x3 ബൈ u3 x2 ബൈ u2 എന്നൊക്കെ എടുക്കുന്നതുകൊണ്ട്, അതായത് u3 u2 ഒക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ u1 u2 u3ൻ്റെ പോസിബിൾ വാല്യൂസിൽ 0 നമ്മളങ്ങ് ഒഴിവാക്കും. കാരണം 0 കൊണ്ട് ഡിവിഷൻ പോസിബിൾ അല്ല. പിന്നെ 1 to 6 ഏത് നമ്പർ വേണേലും ആകാം എന്നുള്ള പോസിബിലിറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻറ്റ് വരുന്ന കേസിൽ നമ്മുടെ കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു k ആണെങ്കിൽ 1 2 എക്സെട്ര അപ് ടു k വരെ നമ്മൾ കൊടുക്കും, 0 എക്സ്ക്ലൂഡ് ചെയ്യും. അഡിറ്റീവ് കൺസ്ട്രെയിൻറ്റിൽ 0 to k വരെ കൊടുക്കും, പക്ഷേ ഇവിടെ നമ്മൾ 1 to k കൊടുക്കുള്ളൂ. സോ ദ പോസിബിൾ വാല്യൂസ് ഓഫ് യൂജേഴ്സ് ആർ ഏത് വരും 1 2 3 4 5 6. ഓക്കെ, റിക്കേഴ്സീവ് ഫോർമുല നമുക്കറിയാവുന്നത് ക്യാപിറ്റൽ f1 ഓഫ് x1 ഈക്വൽ ടു f1 ഓഫ് u1, ക്യാപിറ്റൽ fj ഓഫ് xj ഈസ് ഈക്വൽ ടു ഇവിടെ എങ്ങനെയായി മാക്സ് ഓവർ യു ജെ സ്മോൾ fj ഓഫ് uj പ്ലസ് ക്യാപിറ്റൽ fj മൈനസ് 1 ഓഫ് xj മൈനസ് 1. സ്റ്റേജ് റിട്ടേൺ ഫംഗ്ഷൻ fj ഓഫ് uj എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. f1 ഓഫ് u1 എന്ന് പറയുന്നത് u1 സ്ക്വയർ, f2 ഓഫ് u2 എന്ന് പറയുന്നത് u2 സ്ക്വയർ, f3 ഓഫ് u3 എന്ന് പറയുന്നത് u3 സ്ക്വയർ ആയതുകൊണ്ട് ജനറൽ കേസിൽ നമുക്ക് fj ഓഫ് uj എന്ന് പറയുന്നത് uj സ്ക്വയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതാം? uj 1 2 3 4 5 6 ആകുമ്പോൾ fj ഓഫ് uj 1 1 2 ആകുമ്പോൾ 4 3 ആകുമ്പോൾ 9 4 ആകുമ്പോൾ 16 5 ആകുമ്പോൾ 25 6 ആകുമ്പോൾ 36 എന്ന് ഡിഫൈൻ ചെയ്തു. സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് xj മൈനസ് 1 ഇസ് ഈക്വൽ ടു xj ബൈ uj ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് ടേബിൾ ഫോം ചെയ്യുകയാണ്. ഓൾറെഡി നമുക്കറിയാം യൂജേഴ്സിൻ്റെ വാല്യൂസ് 1 to 6 ആണ്, എക്സ്ജേസിൻ്റെ വാല്യൂസ് അതുപോലെ തന്നെ 1 to 6 എടുത്തു. ഇനി നമുക്ക് xj മൈനസ് 1 എന്ന് പറയുന്നത് xj ബൈ uj അത് ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ നേരത്തെ എഴുതുന്ന പോലെ തന്നെ ഇവിടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ മാറി, അതനുസരിച്ചിട്ടുള്ള ചേഞ്ച് മാത്രമേ ഉള്ളൂ. 1 by 1 1 തന്നെ, 1 by 2 എന്ന് പറയുമ്പോൾ അത് ഇൻഡിജർ ആവില്ല, 1 by 2 ഇൻഡിജർ ആവില്ല. സോ അവിടെ നമ്മൾ ഡാഷ് കൊടുത്തു. ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? ഇൻഡിജർ അല്ല, സോ ഡാഷ് കൊടുത്തു. ഇനി അടുത്ത കേസിൽ 2 വരുമ്പോൾ 2 by 1 2 2 by 2 1. ബാക്കിയുള്ള കേസിൽ 2 by 3 2 by 4 എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഇൻഡിജർ ആവില്ല. അപ്പോൾ ബാക്കിയുള്ളതെല്ലായിടത്തും ഡാഷ് കൊടുത്തു. 3 by 1 3 3 by 2 ഇൻഡിജർ അല്ല, സോ അവിടെയും ഡാഷ് കൊടുത്തു. 3 by 3 1 3 by 4 3 by 5 3 by 6 ഇവയെല്ലാം ഇൻഡിജർ അല്ലാത്തതുകൊണ്ട് അവിടെ എല്ലാം ഡാഷ് കൊടുത്തു. അപ്പോൾ നേരത്തെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കണം കറക്റ്റ് ഇൻഡിജർ വരുന്ന. നേരത്തെ എന്ന് പറയുമ്പം നേരെ കുറയ്ക്കുക, നെഗറ്റീവ് വാല്യൂസ് വരുന്നതിനെ എക്സ്ക്ലൂഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ 0 വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നെഗറ്റീവാന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷെ ഇവിടെ ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. 4 by 1 4 4 by 2 ഇൻഡിജർ ആണ്, 2 അത് പോസിബിൾ ആണ്. അപ്പോൾ ആ പൊസിഷൻ 4 by 3 അല്ല, കണ്ട ഡാഷ് ഇടയ്ക്ക് ഡാഷ് വന്നു. പക്ഷെ 4 by 4 1 അവിടെ പോസിബിൾ ആണ്, 1. ബാക്കി 4 by 5 4 by 6 ഇൻഡിജർ അല്ലാത്തതുകൊണ്ട് അവിടെയും ഡാഷ് കൊടുത്തു. 5 by 1 5 ഉണ്ട്, 5 by 2 5 by 3 5 by 4 ഇൻഡിജർ അല്ല, ഡാഷ് കൊടുത്തു. 5 by 5 1 വന്നു, എഗെയിൻ 5 by 6 ഡാഷ് കൊടുത്തു. 6 by 1 6 ഓക്കെ. 6 by 2 3 ഇൻഡിജർ ആണ്, 6 by 3 2 ഇൻഡിജർ ആണ്, 6 by 4 6 by 5 എന്ന് പറയുന്ന ഇൻഡിജർ അല്ല, ഡാഷ് കൊടുത്തു. 6 by 6 1 കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഫോം ചെയ്യും. നേരത്തെ പോലെ തന്നെ നേരത്തെ
പ്രോബ്ലം 2-ൽ നമുക്ക് അവിടെ ഉള്ളത് നെഗറ്റീവ് വാല്യൂസ് നമ്മൾ എടുക്കില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ഇൻറ്റിജർ വാല്യൂസ് വരുന്ന xj-1ൻ്റെ പോസിബിൾ പൊസിഷൻസ് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ നേരത്തെ ചെയ്ത സെയിം ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഇവിടെയും ചെയ്യുക. ആദ്യമേ നമ്മൾ റിക്കേഴ്സീവ് ഓപ്പറേഷൻസ് അതേപോലെ ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. റിക്കേഴ്സീവ് ഓപ്പറേഷൻസ് u1 എന്ന് പറയുന്നത് 1 2 3 4 5 6, ക്യാപിറ്റൽ f1 ഓഫ് x1 എന്ന് പറയുന്നത് f1 ഓഫ് u1 തന്നെയാണ്. സോ ഇതൊരും 1 1 2 4 f1 ഓഫ് u1 ഏത് കേസ് ആയാലും ഇത് തന്നെയാണ് വരിക. അപ്പോൾ അത് തന്നെ എഴുതി 1 4 9 16 25 36 രണ്ടും ഒരുപോലെ തന്നെ വരും. ക്യാപിറ്റൽ f1 ഓഫ് x1 കിട്ടി. അടുത്ത കേസിൽ ക്യാപിറ്റൽ f2 ഓഫ് x2 എന്ന് പറയുന്നത് എന്താ, മാക്സ് ഓവർ u2 സ്മോൾ f2 ഓഫ് u2 പ്ലസ് ക്യാപിറ്റൽ f1 ഓഫ് x1. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ടേബിൾ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലം 2-ൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ടേബിൾ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ x2 u2 എന്ന് പറഞ്ഞ ഒരു ടേബിൾ, പിന്നെ സ്മോൾ f2 ഓഫ് u2 വരുന്ന ഒരു ടേബിൾ, പിന്നെ ക്യാപിറ്റൽ f1 ഓഫ് x1 വരുന്ന ടേബിൾ, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത്, പിന്നെ അവിടുന്ന് മാക്സിമം സെലക്ട് ചെയ്യുന്നത്, സ്മോൾ f2 ഓഫ് u2 വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്മോൾ f2 ഓഫ് u2 വരുന്ന ടേബിൾ നോക്കുക. u2ൻ്റെ പോസിബിൾ വാല്യൂസ് 1 to etc 6 ആണ്. അതുപോലെ തന്നെ x2ൻ്റെ വാല്യൂസും 1 to 6 ആണ്. അത്രയൊക്കെ കൊടുത്തു. ഇനി ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ടേബിൾ നോക്കിയിട്ട് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ടേബിൾ നോക്കി അവിടുന്ന് ഡാഷ് വരുന്ന പൊസിഷൻസ് എല്ലാം മാർക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ കോളംസ് ആക്കിയത് നമ്മൾ പൊസിഷൻസ് മാറിപ്പോകാതെയും പിന്നെ തെറ്റാതിരിക്കാനും നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കോളംസ് ആക്കി ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പൊസിഷൻസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഇവിടെ ഈ ടേബിൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ പൊസിഷൻസിലൊക്കെ നമുക്ക് ഡാഷ് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഈ പൊസിഷൻസ് എല്ലാം ഡാഷ് മാർക്ക് ചെയ്തു. പിന്നെ അടുത്തതിൽ 3 1-ന് ഇപ്പുറം ഒരു പൊസിഷനുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ പൊസിഷൻസും ഡാഷ് മാർക്ക് ചെയ്തു. ഇങ്ങനെ ഈ 3 ടേബിൾ, ഈ ടേബിൾ ഇവിടെയും എല്ലാം പോസിബിൾ പൊസിഷൻസിൽ ഡാഷ് മാർക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ എന്ത് നോക്കണം, ഈ ടേബിളിൽ സ്മോൾ f2 ഓഫ് u2 ആണ്. സ്മോൾ f2 ഓഫ് u2ൽ അപ്പോൾ സ്മോൾ f2 ഓഫ് u2 എന്ന് പറയുന്നത് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതനുസരിച്ചിട്ട് ഈ uj fj ഓഫ് uj എല്ലാ f1 ഓഫ് u1 ആയിക്കോട്ടെ, f2 ഓഫ് u2 ആയിക്കോട്ടെ, f3 ഓഫ് u3 ആയിക്കോട്ടെ, ഇവയെല്ലാം ൻ്റെ പോസിബിൾ വാല്യൂ എടുക്കുന്നതനുസരിച്ചിട്ട് സെയിം ആണ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ f1 ഓഫ് u1 എന്ന് പറയുന്നതും ഈ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള f1 ഓഫ് u1ഉം f1 ഓഫ് u2ഉം f3 ഓഫ് u3 എല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്മോൾ f2 ഓഫ് u2 മാർക്ക് ചെയ്യാൻ പോവുക. അപ്പോൾ ഇവിടെ 1-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, 1 തന്നെയാണ്, സ്ക്വയർ തന്നെയാണ്. അപ്പോൾ 1 തന്നെ വരും ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഫസ്റ്റ് കോളത്തിലെല്ലാം ഡാഷ് ഇല്ലാത്ത പൊസിഷനിൽ 1 കൊടുക്കും. 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരുന്നത്, 4 ആണ് വരുന്നത്. ഇവിടുത്തെ സ്ക്വയർ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് 2-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 4 ആണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലെല്ലാം ഡാഷ് ഇല്ലാത്ത പൊസിഷനിലെല്ലാം നമ്മൾ 4 മാർക്ക് ചെയ്യും. പിന്നെ മൂന്നാമത് 3-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ 9 ആണ് വരിക. അപ്പോൾ 3-ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9, 4-ന് 16, 5-ന് 25, 6-ന് 36. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സ്മോൾ f2 ഓഫ് u2 3-ക്ക് ആ കോളത്തിൽ ഡാഷ് ഇല്ലാത്ത പൊസിഷനിലെല്ലാം 9 എഴുതും. 4-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് ഇല്ലാത്ത പൊസിഷനിലെല്ലാം 16 എഴുതും. അത് നമ്മൾ ഓൾറെഡി ഡാഷ് ഉള്ളത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5-ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളത്തിൽ ഡാഷ് ഇല്ലാത്ത പൊസിഷനിൽ 25 എഴുതും. 6-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് ഇല്ലാത്ത കോളത്തിൽ 36 എഴുതും. അപ്പോൾ നമുക്ക് സ്മോൾ f2 ഓഫ് u2 കിട്ടും. ദെൻ അടുത്തത് ക്യാപിറ്റൽ f1 ഓഫ് x1 ആണ്. അപ്പോൾ ക്യാപിറ്റൽ f1 ഓഫ് x1 ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ടേബിളിൽ നിന്നാണ് മുന്നോട്ട് പോവുക. സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ ഇത് നമ്മുടെ കയ്യിലുണ്ട്.
ഈ ടേബിളിൽ പോസിബിൾ പൊസിഷൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ക്യാപിറ്റൽ F1 ഓഫ് X1 എഴുതുക. അപ്പോൾ X2 U2 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാപിറ്റൽ F1 ഓഫ് X1 ഈ 1 കാണുന്ന പൊസിഷനിലല്ല എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് വരും, 1 വരും. ഇനി അടുത്തത് സെക്കൻഡ് റോയിൽ ഇവിടെ 2 1 എന്നാണ്. അപ്പോൾ 2 കറസ്പോണ്ടിങ് ആയിട്ട് 4, 1 കറസ്പോണ്ടിങ് ആയിട്ട് 1. അപ്പോൾ അവിടെ എന്ത് എഴുതും, 4 1 എന്ന് എഴുതും. ഇനി ഇവിടെ അടുത്ത പൊസിഷനിൽ ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് ആയിട്ട് ഇടയ്ക്ക് ചിലയിടത്ത് ഡാഷ് കണ്ടിന്യൂസ് ആയിട്ട് പോകുമല്ല, 3ഉം 1 അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഡാഷ് ഉണ്ട്, പിന്നെ ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ഡാഷ്. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ, ഡാഷ് ഇല്ലാത്ത പൊസിഷനിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3ൻ്റെ F1 ഓഫ് X1 9 ആണ്. അപ്പോൾ 3യുടെ ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ 9 എഴുതും, 1 ഉള്ള പൊസിഷനിൽ 1 എഴുതും. ദെൻ നെക്സ്റ്റ് റോയിൽ 4 2, ആദ്യ 2 പൊസിഷനിൽ 4 2 എന്നാണ്. അപ്പോൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 16 ആണ്. അപ്പോൾ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 16 എഴുതി, 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 വേണം അടുത്ത പൊസിഷനിൽ എഴുതാൻ. പിന്നെ വരുന്നത് ഒരു 1 ആണ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് പൊസിഷനിൽ നമ്മൾ 1ൻ്റെ റിട്ടേൺ ഫംഗ്ഷൻ 1 തന്നെ എഴുതും. ദെൻ അടുത്ത ടേബിളിൽ നോക്കുമ്പോൾ 5 1 രണ്ടെണ്ണേ ഉള്ളൂ. അപ്പോൾ 5ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് എഴുതും, 25 എഴുതും. പിന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 തന്നെ എഴുതും. പിന്നെ അടുത്ത റോയിൽ 6 3 2 കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ 6ന് കറസ്പോണ്ടിങ് ആയിട്ട് 36, പിന്നെ 6 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 9. ദെൻ അടുത്തത് 2, അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 4. പിന്നെ ലാസ്റ്റ് ഡിജിറ്റ് 1. അപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1. അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ F1 ഓഫ് X1 കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അടുത്ത ടേബിളിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് പൊസിഷൻസ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 1 + 1 2 ഡാഷുള്ള പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 + 4 5, 4 + 1 again 5. അടുത്ത റോയിൽ മതി 1 + 9 10. ദെൻ അടുത്തത് 9 + 1 again 10, അത് മാർക്ക് ചെയ്തു. അടുത്ത റോയിൽ 1 + 16 17. അടുത്തത് 4 + 4 8. പിന്നെ പോസിബിൾ പൊസിഷൻ 16 + 1 17, അത് മാർക്ക് ചെയ്തു. അടുത്ത റോയിൽ 1 + 25 26. പിന്നെ 25 + 1 again 26 തന്നെ. ദെൻ നെക്സ്റ്റ് റോയിൽ 1 + 36 37. 4 + 9 13. again 9 + 4 13. പിന്നെ വീണ്ടും ഒരു 36 + 1 again 37. ഇനി ഇവിടുന്ന് മാക്സിമം സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റോയിൽ മാക്സിമം 2, സെക്കൻഡ് റോയിൽ മാക്സിമം 5, തേർഡ് റോയിൽ മാക്സിമം 10, ഫോർത്ത് റോയിലെ മാക്സിമം 17, ഈ റോയിലെ മാക്സിമം 26, ഇവിടുത്തെ മാക്സിമം 37. അങ്ങനെ നമുക്ക് ക്യാപിറ്റൽ F2 ഓഫ് X2 കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഈ ഒരു സെയിം മെത്തേഡിൽ ക്യാപിറ്റൽ F3 ഓഫ് X3 ചെയ്യുക. നമുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമേ നമ്മൾ ഈ പോസിബിൾ ഡാഷ് പൊസിഷൻസ് മാർക്ക് ചെയ്യുക, പിന്നെ സ്മോൾ F3 ഓഫ് U3 ചെയ്യുക. അപ്പോൾ അവിടെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലെല്ലാം 1 വരും. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കോളത്തിൽ ഡാഷ് ഇല്ലാത്ത പൊസിഷനിലെല്ലാം 4, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാഷ് ഇല്ലാത്ത പൊസിഷനിൽ 9, 4ന് കറസ്പോണ്ടിങ് ആയിട്ട് 16, 5ന് 25, 6ൽ ഡാഷ് ഇല്ലാത്ത പൊസിഷനിൽ 36 കൊടുത്തു. ക്യാപിറ്റൽ F2 ഓഫ് X2 നമ്മുടെ സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഫംഗ്ഷൻ നോക്കിയിട്ട് അവിടെ 1 വരുന്ന പൊസിഷനിലെല്ലാം ഇപ്പോൾ എന്ത് വരും, അതായത് സ്റ്റേറ്റ് ട്രാൻസ്ഫർമേഷൻ ഈ ടേബിൾ നോക്കിയിട്ട് അവിടെ 1 വരുന്ന പൊസിഷനിലെല്ലാം ഇപ്പം നമ്മുടെ ക്യാപിറ്റൽ F2 ഓഫ് X2 ആയ 2 വരും. 2 വരുന്ന പൊസിഷനിലെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ക്യാപിറ്റൽ F2 ഓഫ് X2 എന്ന് പറയുന്നത് 5 ആയി മാറും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു ടേബിൾ കിട്ടും. ക്യാപിറ്റൽ F3 ഓഫ് X3 വരെ കണ്ടുപിടിച്ചാൽ മതി. ദെൻ അവിടുന്ന് മാക്സിമം സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ മാക്സിമം എന്ന് പറയുന്നത് 38 ആണ്. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 38 ആണ്. അപ്പോൾ 38 എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ, ഇവിടെ ഒരു 38 ഉണ്ട്, ഇവിടെ ഒരു 38 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 പോസിബിൾ 38s ഉണ്ട്.
ഇനി അതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ F2 of x2 എന്ന് പറഞ്ഞ ടേബിൾ നോക്കണം. ഈ രണ്ടെണ്ണത്തിൽ ഏത് സെലക്ട് ചെയ്യണം? നമ്മുടെ ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് മാക്സിമം യു വരുന്നതിനെ സെലക്ട് ചെയ്തു. അപ്പോൾ അതായത് ഈ 2 സെലക്ട് ചെയ്തു. സോ U3 എന്ന് പറയുന്നത് ഇവിടെ എത്രയായി മാറി? 6 ആയി മാറി. ഇനി തൊട്ട് മുന്നത്തെ ടേബിളിൽ അപ്പോൾ ഈ 2-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വേണം നോക്കാൻ. 2 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ 2 വരുന്നതിന് ഒരൊറ്റ 2 ഉള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഈ 1 ആണ്. സോ U2 എന്ന് പറയുന്നത് ഇവിടെ 1 കിട്ടും. ഇനി വീണ്ടും എന്ത് ചെയ്യുക? ഈ 1 കിട്ടുന്നത് എവിടെയാണെന്ന് നോക്കുക. തൊട്ട് മുന്നത്തെ ടേബിളിൽ നമുക്ക് 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണ്? 1 ആണ്. സോ U1 എന്താണ്? 1 ആണെന്ന് കിട്ടും. സോ മാക്സിമം Z equal to 38, at U3 equal to 6, U2 equal to 1 and U1 equal to 1. അത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സോൾവ് ദ ഫോളോയിങ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് മിനിമം Z is equal to y1 square plus y2 square plus etc. yn square separably additive return function subject to the constraint U1 into U2 into etc. U1 equal to C. അത് കുഴപ്പമില്ല, പക്ഷെ മൾട്ടിപ്ലിക്കേറ്റീവ് കൺസ്ട്രെയിൻ്റ് ആണ്. സോ ഇത് പ്രോബ്ലം 3 ആണ്. വേർ y1 y2 എക്സെട്ര yn ഗ്രേറ്റർ ദാൻ 0 ആൻഡ് c ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്തു പോകുക. ഇവിടെ സൊല്യൂഷനിൽ ഇൻറ്റിജർ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് കാൽക്കുലസ് ഉപയോഗിച്ചിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, നിങ്ങളിത് ചെയ്ത് നോക്കുക. എന്നിട്ട് പ്രോബ്ലം 3-ൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.